എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ദൈവം സഹായിച്ചു, സുഖപ്രസവം. കുഞ്ഞാണോ പെണ്ണോ? പെണ്ണ്. ഇപ്പൊ സമയം എന്തായി? 4:45. 4:50. രണ്ടും തെറ്റാണ്. 4:55 റേഡിയോ ടൈം. ഇത് റെയിൽവേ ടൈമാണ്. എന്റേതാണ് ശരി, ഇത് ടെലിഫോൺ ടൈമാണ്. രണ്ട് വാച്ചും രണ്ട് പെണ്ണ് യോജിക്കില്ലെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. ആരുണ്ടാക്കിക്കണ്ട. ഇപ്പൊ മണി 5. അതെങ്ങനെയാ? നമ്മുടെ അപ്പുറത്തെ തങ്കമ്മ പാല് കൊണ്ടുവന്ന് കഥകിന് തട്ടിയാൽ അപ്പ നിശ്ചയിച്ചോളം മണി 5. പാല്. തങ്കമ്മേ, നീ നല്ല നേരത്ത് വന്നു. മാലത് പ്രസവിച്ചു അല്ലേ? അത് നീ എങ്ങനെ വന്നു? ഇന്നലെ വൈകുന്നേരം ഞാൻ അവളെ കണ്ടു. അവളുടെ ആകപ്പാടെ ഉള്ള മുഖഭാവം ലക്ഷണവും കണ്ടപ്പോൾ ഇന്ന് വെളുപ്പിന് മുമ്പ് തന്നെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. നിനക്ക് ഇതൊക്കെ എത്ര തീർച്ചയായിട്ടും എങ്ങനെ അറിയാം? അമ്മ എന്താണ് ഈ പറയുന്നത്? എന്റെ അമ്മയുടെ 3 പ്രസവവും ഞാനാണ് നോക്കിയത്. എന്നെ പോലെ പ്രസവം നോക്കാൻ ഈ നാട്ടിൽ ഒരു പതിച്ചിക്കും മിഡ്വൈഫിനും സാധിക്കില്ലെന്ന് ഈ നാട്ടുകാരെ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ആട്ടെ, കുഞ്ഞു പെണ്ണ് തന്നെയല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ആണായിരുന്നെങ്കിൽ കുരവയും മടലടിയും ഒക്കെ കേൾക്കുമായിരുന്നല്ലോ. എന്റെ തങ്കമ്മേ, നിന്നെ പോലെ ഒരു പെണ്ണിനെ കാണാൻ കിട്ടില്ലടി. വാ, കുഞ്ഞിനെ കാണാം. മതി മതി, നിർത്ത്. പാടിയിട്ട് എടി, ചേട്ടൻ പഠിച്ചോണ്ടിരിക്കുമ്പോ ശബ്ദം ഉണ്ടാക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പോയി മുറ്റത്ത് നിന്ന് കളിക്കും. പോയി. എടി എടി അമ്മണി, നീ എവിടെ പോണടി? കിളിത്തട്ട് കളിക്കാൻ പോണ അല്ലേ? എന്നെക്കാൾ പൊക്കത്തി വളർന്നല്ലോടി. എടി, തലയാട്ടിയാ മതിയോ? പോയി അടുപ്പ് കത്തിക്ക്. പോ അടുക്കളയിലേക്ക്. മോളെ തങ്കമ്മേ, നീ അവളോട് അടുപ്പ് കത്തിക്കാൻ പറഞ്ഞല്ലോ. അടുപ്പിലിടാൻ ആഴെ കരിയെങ്കിലും ഉണ്ടോ കുഞ്ഞെ? ഇല്ല ഇല്ലെന്ന് എന്തിനമ്മ എപ്പോഴും പറയുന്നത്? ഇന്നലെയല്ലേ ഞാൻ 4 ഇടങ്ങഴി അരി വാങ്ങിച്ചത്. 4 ഇടങ്ങഴി അരിയോ? അതെ, 4 ഇടങ്ങഴി തന്നെ. പറഞ്ഞോ, ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് പറയണം അമ്മേ. അരി വാങ്ങിച്ചോ മോളെ? വാങ്ങിച്ചു. എവിടുന്ന് എടുത്തിട്ട് വാങ്ങിക്കാൻ? എന്താണ് അമ്മ ഇത്? വിജയൻ അവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോൾ വീട്ടിൽ അതില്ല ഇതില്ല എന്ന് അവന്റെ ചെവിയിൽ കേൾക്കെ പറയാമോ അമ്മേ? നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷമം വന്നാലേ നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ അവൻ എങ്ങനെ ഇരിക്കും? അവൻ പഠിക്കുന്നത് ഡോക്ടർ പരീക്ഷയ്ക്കാണമ്മേ, ഡോക്ടർ പരീക്ഷയ്ക്ക്. അവനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കിയാൽ ഈ 5 പെൺപിള്ളേരെ അവന്റെ തലയെ കെട്ടിവെച്ചിട്ട് ഞാൻ എവിടെങ്കിലും തൊലഞ്ഞു പോകാമെന്ന് വെച്ചാൽ അമ്മ അതിനെ സമ്മതിക്കില്ല. ഉച്ചക്കലത്തേക്ക് വെക്കാൻ അരിയില്ലെന്ന്. ഇന്ന് മാത്രമേ അങ്ങനെ ആയിട്ടുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ അമ്മേ? നമ്മൾ നിലം കൊയ്തെടുത്തോ ബാങ്കിൽ നിന്ന് കാശെടുത്തോ ആണോ ഇതുവരെ ജീവിച്ചത്? വായ കീറിയ ദൈവം വയറ്റിനും കൊടുക്കും അമ്മേ. അരിക്കുള്ള വഴി വന്നെന്നാ തോന്നുന്നത്. എന്താ എന്തിനെ ചേച്ചി? നാളെ കാലത്ത് ഞങ്ങൾ എല്ലാരും ഒരു കല്യാണത്തിന് പോവാണ്. ഈ പാവാടയും ബ്ലൗസും തെച്ചു തരാൻ ഒക്കുമോ? നാളെ കാലത്തല്ലേ? ഇന്ന് സന്ധ്യയ്ക്കുമ്പോ തെച്ചേരാം പോരെ? മതി. അളവ് ഇതിലുണ്ട്. ഇതാ കൂലി. ഇത് കണ്ടോ അമ്മേ? നീ പറഞ്ഞതുപോലെ. എന്താ അനിയ? അല്ല, ആ കോളേജ് തുറക്കാൻ ഇനി 15 ദിവസമേ ഉള്ളൂ ചേച്ചി. അറിയാം, അതിന് പണം വേണം. അത്രയല്ലേ ഉള്ളൂ. അതെ. നീ എന്തിനു വിഷമിക്കുന്നു? എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. അല്ലേ ചേച്ചി, കൂടുതൽ പണം ആവശ്യമുള്ളപ്പോ നേരത്തെ എന്റെ അടുത്ത് പറയണമെന്ന് ചേച്ചി പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ്. നന്നായി, നീ പോയിരുന്ന് പഠിക്ക. എല്ലാം നടക്കും. എന്താ പ്രാർത്ഥിച്ചത്? എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞോ? എന്റെ അനിയൻ വിജയൻ ഈ കൊല്ലം ഡോക്ടർ പരീക്ഷയ്ക്ക് 1ാമതായി ജയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഓഹോ, അത്രേ ഉള്ളൂ. ആ ഒറ്റ കാര്യം നിറവേറിയാൽ എല്ലാം നിറവേറിയെന്നർത്ഥം. നമ്മുടെ വിവാഹവും അതിന് ഇനി 1 കൊല്ലം കാത്തിരിക്കണോ തങ്കമ്മേ? ചിലപ്പോൾ അതിലും കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. അയ്യോ, അത് വേണ്ട.
വളരെ വേഗം നടക്കാനുള്ള പണി ഞാൻ പറഞ്ഞുതരാം. എന്താണത്? ഹൈക്കോർട്ടിൽ നടക്കുന്ന എന്റെ കേസ് ജയിക്കണമേ എന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിച്ചാൽ ഉടനെ 5 ലക്ഷം രൂപ എനിക്ക് കിട്ടും. കിട്ടിയാൽ അടുത്ത വർഷം വിജയനെ അമേരിക്കയിൽ അയച്ച് ഞാൻ പഠിപ്പിക്കും. അതുമാത്രമല്ല, നിന്റെ കുടുംബത്തിന്റെ സകല ചുമതലകളും ഞാൻ ഏറ്റെടുക്കും. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. അതോ പണം വന്ന ഉടനെ എന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം മാറുമെന്ന് നീ സംശയിക്കുന്നുണ്ടോ? സംശയമല്ല, മാറും. തങ്കമ്മേ, മാറുക തന്നെ ചെയ്യും. ഇന്നത്തെക്കാൾ 10 മടങ്ങ് നല്ല സ്വഭാവമായി മാറും. തങ്കമ്മേ, പരമദരിദ്രവാസി, ഇതൊക്കെ എന്താണ്? എന്താ അങ്ങനെ ചോദിച്ചത്? ഒരു 2ാം കല്യാണം കഴിക്കണം, പെണ്ണ് നോക്കണമെന്ന് എന്നോട് പറഞ്ഞു. കൊണ്ടുവന്നു. ഇതൊക്കെ പെണ്ണാണോ അതോ പെൺവേഷം കിട്ടിയതോ? കച്ചവടങ്ങള്. ഫോട്ടോ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയരുത്. നേരിട്ട് കണ്ട അതൊന്നും എല്ലാത്തിനെയും ഒന്നിച്ച് വിവാഹം ചെയ്യും. അങ്ങനെ എല്ലാത്തിനും ഒന്നിച്ച് ചെയ്യും. തലയിൽ ടോപ്പും വെച്ചിട്ട് ബ്ലൗസും സാരി കൊടുത്തോണ്ടിരിക്കുന്നോ? ഈ പ്രായത്തിൽ 2ാമതൊരു വിവാഹം ചെയ്യണമെന്ന് ഞാൻ എന്ത് വിചാരിച്ചു? തെറ്റ് തന്നെ. തെറ്റോ? അല്ലല്ല, ശരി ശരി. എടോ, കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അടുക്കളപ്പണി എടുക്കാനുമല്ല ഇനി ഒരു പെണ്ണിനെ കൊണ്ടുവരണമെന്ന് ഞാൻ നിശ്ചയിച്ചത്. എനിക്കിപ്പൊ തന്നെ 8 കുട്ടികളുണ്ട്. പിന്നെ എന്തിനാങ്ങുന്നേ? അങ്ങനെ ചോദിക്കേ. ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചോ? വിചാരിച്ചോ? അവൾ അടുത്ത് വരുമ്പോ ഞാനിങ്ങനെ തൂക്കിയെടുത്ത് ഈ കട്ടില് കൊണ്ടുവന്ന് അങ്ങിടും. എന്നിട്ട് യമ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും. തല മുതൽ കാല് വരെ നോക്കി തീരാൻ 1 മണിക്കൂർ സമയമെടുക്കണം. അപ്പോ അവൾ എങ്ങനെ ഇരിക്കണം? അങ്ങ് തന്നെ പറഞ്ഞാട്ടെന്ന് എനിക്ക് വയ്യ. തലമുടി. തലയ്ക്ക് മുടി വേണം. വേണോ? കരിവണ്ടികളെ കറുത്ത നൂലിൽ കൊരുത്തിട്ടത് പോലെ ഇരിക്കണം. തലമുടി വെട്ടാനോ? അല്ല, ചന്ദ്രനെ വെട്ട. അയ്യോ, ഞാൻ വെട്ടില്ല. ജയിലിൽ പിടിച്ചിട്ട് പോകും. മണ്ട, അതല്ല. വെളുത്തവാവിലെ പൂർണ്ണചന്ദ്രനെ വെട്ടി നേര് പകുതി എടുക്കണം. എടുത്തോ? അത് നെറ്റി. അത് പറ്റി. പറ്റിയോ? അടി പറ്റി. അങ്ങൊന്ന് കണ്ണ് കരിങ്കൂവളം, കവള് റോസാതളം, മൂക്ക് എള്ളുംപൂ, ചുണ്ട് ചെമ്പരത്തിപ്പൂ, താമരമുട്ട്. എന്തോ? ആരാ? അമ്മയോ? ഭാര്യയാണോ മോനെന്ന് വിളിക്കുന്നത്? അമ്മനെ വിളിക്കുന്നത് ഞങ്ങൾ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. നേരം വിളിക്കുമ്പോ എല്ലാ പിള്ളേരും തടുത്ത് കുട്ടികളോട് കാണാറാ എന്ന് വിളിച്ചോണ്ട് വഴി നടന്നോളൂ. അമ്മയ്ക്ക് എന്തോ വേണം? എടാ, എനിക്കൊന്നും വേണ്ട. പിന്നെ ഇവിടെ അടുത്തങ്ങാണ്ട് സർക്കസ് നടക്കുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും കാണണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലാതെ കൊല്ലുന്നു. സർക്കസ് കാണണമെന്ന് പിള്ളേര് അമ്മയോട് പറഞ്ഞോ? പിന്നെ അല്ലാതെ എനിക്ക് കാണാൻ വേണ്ടിട്ടാണോ? എന്നാലേ അമ്മയൊരു കാര്യം ചെയ്യും, തലകുത്തിന്നില്ലേ പിള്ളേരെ സർക്കസ്. ഞാൻ നിൽക്കണ്ടാടാ. നിന്റെ മക്കൾ എന്നെ അങ്ങനെ തന്നെ നിർത്തിക്കോളൂ. തള്ളയില്ലാത്ത പിള്ളേരാണല്ലോ. ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ അടച്ചിട്ടിരുന്ന കഷ്ടമില്ലയോന്ന് കരുതി പറഞ്ഞു പോയതാ. എന്റെ പൊന്നുമക്കൾ അങ്ങ് ക്ഷമിച്ചേന്റെ. അല്ലേട്ടാ, നല്ല സർക്കസ് ആണ്. നീ കൊണ്ടോടി. നീ പള്ളിക്കുടുത്തി പഠിക്കുന്ന പെണ്ണല്ലയോ? ഉത്തര ക്ലാസ്സിൽ സർക്കസിന്റെ കാര്യം എഴുതി വെച്ചാൽ ജയിക്കുമോ? എനിക്കല്ല, ഇവരെല്ലാം നിർബന്ധിക്കുന്നു. ശരി, ഇത്തവണത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ സർക്കസ്, നാടകം എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ ചുട്ടുകളയും കേട്ടോ.